എന്തുകൊണ്ടാണ് തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞ ആളുകൾക്ക് പിന്നീട് അല്പകാലത്തേക്കോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും തന്നെയോ കാൽഷ്യത്തിൻ്റെ ഗുളികകൾ കഴിക്കേണ്ടി വരുന്നത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പുറകിലായിട്ടാണ് നമുക്ക് 4 പാരാതൈറോയ്ഡ് ഗ്രന്ഥികളുള്ളത്. ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും വരുന്ന പാരാതൈറോയ്ഡ് ഹോർമോണാണ് നമ്മുടെ ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ അളവുകൾ നിയന്ത്രിക്കുന്നത്. തൈറോയിഡിൻ്റെ സർജറി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സർജറിയിലൂടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പാരാതൈറോയ്ഡ് ഗ്രന്ഥികളും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾക്ക് ഇഞ്ചുറി പറ്റുകയോ അല്ലെങ്കിൽ രക്തയോട്ടം കുറയുന്നതിലൂടെ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ചില ആളുകൾക്ക് സർജറിക്ക് ഉടൻ തന്നെ പാരാതൈറോയ്ഡ് ഹോർമോൺസ് വളരെ ഗണ്യമായിട്ട് കുറയുകയും അത് കാരണം കാൽഷ്യം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. സർജറിയിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്ത സമയത്ത് പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സർജറിക്കിടെ പൂർണ്ണമായും നശിച്ചു പോവുകയോ ചെയ്യുകയാണ് എങ്കിൽ ഈ വ്യക്തികൾ പിന്നീട് ജീവിതകാലം മുഴുവനും കാൽഷ്യത്തിൻ്റെ ഗുളികകളും അതുപോലെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സും കഴിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. താങ്ക് യു ഫോർ വാച്ചിങ്.